guys and welcome back to my channel KshethraBhoomi'sVlogs. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേബൽ ഇലക്ട്രോ ബാർബിക്യൂ ഗ്രില്ലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂയിങ് വീഡിയോ ആണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ KshethraBhoomi'sVlogsനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കേബൽ ഇലക്ട്രോ ബാർബിക്യൂ ഗ്രിൽ EBG11. ഇത് 2000 വാട്ട്സ് ആണ്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കേബൽ ഇലക്ട്രോ ബാർബിക്യൂ ഗ്രിൽ EBG11. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഗ്രിൽ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്ക്യൂർ ഉണ്ട്. ഇതിൽ 6 സ്ക്യൂവേഴ്സ് ആണുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു റെസിപ്പി ബുക്കുണ്ട്. അതിൽ കുറേ കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. രശ്മി ചിക്കൻ ടിക്ക, പനീർ ടിക്ക, BBQ കുറേ റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ മെത്തേഡും ഇൻഗ്രീഡിയൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതിൽ ഇങ്ങനെ 3 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വാറണ്ടി കാർഡാണ്. 6 months ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി. ഇത് നമുക്ക് ഊരിയെടുത്ത് മാറ്റാൻ പറ്റും. ക്ലീൻ ചെയ്യാനൊക്കെ സൗകര്യമാണ്. ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ട്രേ. ഹെവി ആയിട്ടുള്ള ട്രേ ഒന്നുമില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ട്രേ ആണ്. മെറ്റീരിയൽ ഇതിൻ്റെ സ്റ്റീലാണ് വരുന്നത്. ഇത് ഇതിൻ്റെ ലെഗിൽ ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് കംഫർട്ടബിളായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ഹൈറ്റ് കിട്ടും ഇത് വെക്കുമ്പോൾ. അതിനുള്ള സ്ക്രൂവും ഉണ്ട്. കാലിൽ ഫിക്സ് ചെയ്യാനുള്ളതാണ് ഇത്. അങ്ങനെ നമ്മളതിൻ്റെ 4 കാലും ഫിക്സ് ചെയ്തു. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്ത് ഈ 2 സൈഡിലായിട്ട് ഒരു ചെറിയ ഹോളുണ്ട്. നമ്മൾ അതിലോട്ട് വെച്ച് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഒരു പോർഷനിലും 2 കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിൽ ഫിക്സ് ആവും. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇത് 1 2 3 4 5 ഇങ്ങനെ ലോ തൊട്ട് ഹൈ വരെയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഗ്രില്ലിൽ ഗ്രിൽ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ആദ്യമേ തന്നെ ഞാൻ ആ സ്റ്റീലിൻ്റെ ട്രേ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്.
ശരിക്കും ആ ട്രേയുടെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ട്രേ മാത്രമായിട്ട് വെച്ചത്. കാര്യം ഇത് കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് താഴോട്ട് ഇറങ്ങി ആ ട്രേയിലേക്കാണ് വീഴുന്നത്. അലുമിനിയം ഫോയിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോയിൽ മാത്രം അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ക്ലീനിങ് കുറച്ച് ഈസിയാവും. ഞാൻ ഗ്രിൽ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ചൊരു 5 hours മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ഇതിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഗ്രില്ലിംഗ് മെഷീൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് റെഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രിൽ ചിക്കൻ. ഇതിൻ്റെ കുക്കിംഗ് ടൈം പറയുന്നത് 8 to 10 minutes ആണ്. ഇടയ്ക്ക് ഞാനിതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു. റെക്കോർഡിംഗ് ഓഫായതുകൊണ്ട് അത് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ ഇതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു സ്മെല്ലില്ലേ, ഒരു രക്ഷയില്ല, അടിപൊളി സ്മെല്ലാണ്. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു ഇലക്ട്രിക് ഗ്രില്ല്. കാര്യം നമുക്ക് ഈസി ആയിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ, ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് ഇത് കുക്കും ആകുമ്പോഴുള്ള ഒരു മണമെന്ന് പറയുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇത് കുക്കിങ്ങിന് ശേഷം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ആ ചിക്കൻ നിരത്തി വെച്ചിരിക്കുന്ന ആ ഒരു കമ്പിയും പിന്നെ താഴത്തെ ആ ഒരു ട്രേയും കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും. ഇത് കുക്കിംഗ് കഴിയുമ്പോഴത്തേക്കിന് നല്ല ഡ്രൈ ആയിട്ടായിരിക്കും അതിനകത്ത് മസാലയൊക്കെ പുരണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ക്രബ്ബറോ സ്റ്റീൽ സ്ക്രബ്ബറോ ഒക്കെ ഇല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കാൻ. പക്ഷേ കുറച്ച് നേരം നമ്മൾ സോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടൈം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ വീട്ടിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കതൊന്ന് ഓഫായി പോകുന്നുണ്ടായിരുന്നു. വോൾട്ടേജിൻ്റെ പ്രോബ്ലമാണ്, മെഷീൻ്റെ പ്രോബ്ലം അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എത്ര ടൈമാണെന്ന് പറയാൻ പറ്റത്തില്ല. നോർമലി 8 to 10 minutes ആണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.